എന്ന് അവസാനിക്കുമെന്ന് നിശ്ചയമില്ലാത്ത യുദ്ധത്തിന് ഇന്ന് ഒരാണ്ട് തികയുകയാണ്. ഇസ്രായേൽ ഹമാസ് പോരാട്ടമായി തുടങ്ങിയ യുദ്ധം ഇന്ന് പശ്ചിമേഷ്യയാകെ പടരുന്നു. ഒന്നാം വാർഷിക ദിനത്തിലും ആക്രമണവും തിരിച്ചടിയും തുടരുകയാണ്. അസ്വസ്ഥപ്പെടുത്തുന്ന കാഴ്ചകളാണ് എങ്ങും. ഓർമ്മകളാവുന്ന മനുഷ്യർ, സ്വരുക്കൂട്ടിയ സർവവും തകർന്നു വീണ് അഭയാർത്ഥികളാകുന്നവർ. കഴിഞ്ഞ ഒക്ടോബർ 7 സാബത്ത് ഇസ്രായേൽ മറക്കില്ല. 1200 പേർ കൊല്ലപ്പെട്ടു. 251 ഇസ്രായേൽ പൗരന്മാരെ ബന്ദികളാക്കി. അപ്രതീക്ഷിതമായി ഇസ്രായേലിലേക്ക് കടന്നുകയറുകയായിരുന്നു ഹമാസ്. മൊസാദിന്റെ ചാരക്കണ്ണുകളെ വെട്ടിച്ചുള്ള നീക്കത്തിൽ ഇസ്രായേൽ ആദ്യമൊന്ന് പകച്ചു. പിന്നെ കെട്ടടങ്ങാത്ത പകയായി ഇന്നും തുടരുന്നു. തകർത്തുകളഞ്ഞു ഗസ. 41,870 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. വീടും ഓഫീസുകളും കെട്ടിടങ്ങളും കൃഷിഭൂമിയും സർവവും നശിച്ചു. അഭയാർത്ഥി ക്യാമ്പുകളിൽ അഭയം തേടി പതിനായിരങ്ങൾ. 2.1 മില്യൺ ജനങ്ങൾക്ക് ഭക്ഷണത്തിനായി കേഴുന്നു. ആക്രമിക്കപ്പെട്ടവരിൽ 69% സ്ത്രീകളും കുട്ടികളുമെന്നാണ് റിപ്പോർട്ട്. ഹമാസിന് പിന്നാലെ ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ. പേജർ സ്ഫോടനം യുദ്ധമുഖത്ത് ഇതുവരെ കാണാത്ത അധ്യായമായി. ഇസ്മായിൽ ഹാനിയ, ഹസൻ നസ്രുള്ള, ഹാഷിം സഫൈദീൻ എണ്ണം വെച്ച് കൊന്നുതള്ളി ഇസ്രായേൽ. പ്രതിരോധിക്കുമെന്ന് വ്യക്തമാക്കുന്നതാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച അയത്തുള്ള അലി ഖമനേയിയുടെ വാക്കുകൾ. ആണവ കേന്ദ്രങ്ങൾ, എണ്ണപ്പാടങ്ങൾ ഇവയെല്ലാം ആക്രമിക്കുമെന്ന് പരസ്പരം പോർ വിളിക്കുമ്പോൾ ലോകം മറ്റൊരു മഹായുദ്ധത്തിന്റെ വാതിൽപ്പടിയിലാണ്. ഇന്നും ഗസയിലും ബെയ്റൂട്ടിലും ശക്തമായ ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ തുറമുഖ നഗരത്തിന് മേൽ ഇന്നും ഹിസ്ബുള്ളയുടെ പ്രത്യാക്രമണം. ഒരു യുദ്ധത്തിലും തോൽവിയും ജയവുമില്ല. ചോരയും കണ്ണീരും രക്തസാക്ഷികളും അഭയാർത്ഥികളുമാകും അവശേഷിപ്പുകൾ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.